Hello, dear students. Hope you are fine. So, we are moving on to our second module in managerial economics, which starts with the theory of consumer behavior. So, in this video, we'll be discussing about the theories of consumer behavior, the introductory part related with utility, total utility, and all. And we'll be discussing one of the theories of consumer behavior, that is cardinal utility theory. Okay. Consumer theory is the study of how people decide to spend their money based on their individual preferences and budget constraints. ഇപ്പോൾ കൺസ്യൂമർ തിയറി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എങ്ങനെയാണ് നമ്മൾ കൺസ്യൂമർ, ഞാനും നിങ്ങളും അടങ്ങുന്ന കൺസ്യൂമർ എന്ന് പറയുന്ന വിഭാഗം, എങ്ങനെയാണ് അവരവരുടെ മണി സ്പെൻഡ് ചെയ്യുക, എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുക, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ്, നമുക്ക് എന്തിനോടൊക്കെയാണ് താല്പര്യം എന്നുള്ളതും നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, നമ്മുടെ അടുത്ത് എത്ര കാശ് ചിലവാക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മുടെ സ്പെൻഡിങ് വരിക. ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, ഇതിനെയാണ് നമ്മൾ കൺസ്യൂമർ തിയറി എന്ന് പറയുക. നമുക്കറിയാം ഡിമാൻഡ് എന്താണെന്നറിയാം. എന്താ ഡിമാൻഡ് എന്താണ്? the desire for a commodity, desire മാത്രം ഉണ്ടായ ഡിമാൻഡ് ആവോ? when it is backed by purchasing power and the willingness to pay. അപ്പോൾ ആൾക്കാരുടെ പർച്ചേസിങ് പവറും അവർക്കത് അയാളുടെ കാശിനെ വിട്ടുകൊടുക്കാനുള്ള വില്ലിങ്നെസ് ടു പാർട്ട് വിത്ത് ദ മണി, പിന്നെ കൂടെ ഡിസയർ, ഒരു സാധനം വേണമെന്നുള്ള തോന്നലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഡിമാൻഡ് ഉണ്ടാവുന്നത്. പിന്നെ ലോ ഓഫ് ഡിമാൻഡ് നമുക്കറിയാം. എന്താ ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്? when price increases the demand decreases and vice versa. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ഗുഡ്സ് പോകേണ്ട നമ്മൾ എക്സെപ്ഷൻസ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും കാരണങ്ങൾ നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺസ്യൂമർ എപ്പം എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ഫോർ എ ബിസിനസ്. കാരണം കൺസ്യൂമറാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ലാഭം കൊണ്ടുവരുന്ന ആൾക്കാർ. ഓക്കെ, ബ്രാഞ്ച് ഓഫ് മൈക്രോ എക്കണോമിക്സ്, ഈ കൺസ്യൂമർ തിയറി എന്ന് പറയുന്ന ഷോസ് ഹൗ ഇൻഡിവിജ്വൽസ് മേക്ക് ചോയ്സസ്. നമ്മളെങ്ങനെയാണ് ചോയ്സസ് നടത്തുക, സബ്ജക്റ്റ് ടു ഹൗ മച്ച് ഇൻകം ദേ ഹാവ് അവൈലബിൾ ടു സ്പെൻഡ് ആൻഡ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻസ് നടത്തുക എന്ന് പറയുന്നതാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ദിസ് കൺസ്യൂമർ തിയറി. Consumer theory seeks to predict the purchasing patterns by making the following three basic assumptions about human behavior. മൂന്ന് ബേസിക് അസംഷൻസിൻ്റെ, ഹ്യൂമൻ ബിഹേവിയറിലുള്ള മൂന്ന് ബേസിക് അസംഷൻസിൻ്റെ ബേസിസിലാണ് ഈ കൺസ്യൂമർ തിയറി കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. വൺ ഈസ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. നമ്മളെപ്പോഴും നമ്മളൊരു കാര്യം വാങ്ങിക്കുമ്പോഴോ നമ്മൾ പണം ചിലവാക്കുമ്പോഴോ നമ്മളെപ്പോഴും എന്താ ചിന്തിക്കുക? വി ഷുഡ് ഗെറ്റ് ദ റിട്ടേൺ. ഒരു യൂട്ടിലിറ്റി നമുക്ക് കിട്ടണം. ഇൻഡിവിജ്വൽസ് ആർ സെറ്റ് ടു മേക്ക് കാൽക്കുലേറ്റഡ് ഡിസിഷൻസ് വെൻ ഷോപ്പിംഗ്, പർച്ചേസിങ് പ്രോഡക്ട്സ് ദറ്റ് ബ്രിങ്സ് ദം ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ്. നമ്മൾ എങ്ങനെയല്ലേ നോക്കുക, ഇതിന് വില ഇത്ര, ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് ഇത്ര, ഇത് ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഒരു പർച്ചേസ് ഡിസിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ യൂട്ടിലിറ്റി എന്താണ്? മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടോ, അതിനാണ് നമ്മൾ ശ്രമിക്കുക. അതർവൈസ് നോൺ ആസ് മാക്സിമം യൂട്ടിലിറ്റി ഇൻ ഇക്കണോമിക് ടേംസ്. ആ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ പറയുന്ന കോൺസെപ്റ്റ് അതാണ്. അപ്പം നിങ്ങൾ ഒരു വല്ലാതെ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ജ്യൂസിന് ഇപ്പോൾ എത്ര വില പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കും. ബിക്കോസ് ഫോർ അസ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഓഫ് ടൈം ദി യൂട്ടിലിറ്റി ഈസ് വെരി ഹൈ. അപ്പോൾ യൂട്ടിലിറ്റി മാക്സിമൈസേഷനാണ് നമ്മുടെ ബിഹേവിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു അസംഷൻ. രണ്ടാമത്തത് നോൺ സാറ്റിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. പീപ്പിൾ ആർ സെൽഡം സാറ്റിസ്ഫൈഡ് വിത്ത് വൺ ട്രിപ്പ് ടു ദ ഷോപ്പ് ആൻഡ് ഓൾവേസ് വാണ്ട് ടു കൺസ്യൂം മോർ. നമുക്ക് എപ്പോഴും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തൃപ്തിപ്പെടില്ല. കൺസ്യൂമറിൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്. നമ്മൾ കൂടുതൽ നമുക്ക് കാണണം. ഇപ്പോൾ ഒരു കുഞ്ഞു ഷോപ്പിൽ പോയിട്ട് 4 സാധനങ്ങളുടെ ഇടയിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആ ഡിസിഷൻ എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കൂടുതൽ കാണണം, അതിൻ്റെ അകത്ത് നമ്മൾ ഡിസിഷൻസ് എടുക്കുള്ളൂ. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടാവണം. ആൻഡ് ദെൻ ഡിക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റി, ഒബ്വിയസ്ലി അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്.
നമ്മുടെ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് +1 +2 ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് പറയുന്നത് എന്താണ്? വെൻ at a particular moment of time you consume the different units of a same commodity at a specific moment of time, the utility derived from each additional units will decline. അപ്പം നമ്മൾ ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഇപ്പം ഞാൻ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞു, ദാഹിക്കുന്ന സമയത്ത്, അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് തേഴ്സ്റ്റി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിൻ്റെ യൂട്ടിലിറ്റി ഈസ് വെരി ഹൈ. Again, if you drink the second glass, the utility is there because you were very thirsty. ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ ഗ്ലാസ്സിലും യൂട്ടിലിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് ഗ്ലാസ്. അതിനുശേഷം വീണ്ടും മൂന്നാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി നിങ്ങളുടെ യൂട്ടിലിറ്റി ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. നമുക്ക് അത്ര തന്നെ സാറ്റിസ്ഫൈഡ് വേണേ, അല്ലെങ്കിൽ വെറുതെ തന്നാൽ കുടിക്കാം എന്നുള്ളതേ ഉള്ളൂ മൂന്നാമത്തെ ഗ്ലാസ് ആകുമ്പോഴേക്ക്. നാലാമത്തതൊക്കെ എത്തുമ്പോഴേക്കും പിന്നെ എക്സോസ്റ്റഡ് ആവും, യു കനോട്ട്, വേണ്ട എന്നുള്ള. അപ്പോൾ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഇൻഡിക്കേറ്റ് പിന്നെ നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്കൊക്കെ പോകും, വോമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങും പിന്നെയും കുടിക്കുന്ന സമയത്ത്. ഇത് ആൾക്കാരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, ഞാൻ എൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ചില ആൾക്ക് ചിലപ്പോൾ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സോ ഡിക്രീസിങ് മാർജിനൽ യൂട്ടിലിറ്റിയും ഒരു ഫാക്ടറാണ്. കൺസ്യൂമേഴ്സ് ലൂസ് സാറ്റിസ്ഫാക്ഷൻ ഇൻ എ പ്രോഡക്റ്റ് ദ മോർ ദി കൺസ്യൂം ഇറ്റ്. കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്തുള്ള സാറ്റിസ്ഫാക്ഷൻ കുറയും. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ ബേസിസിലാണ് ഒരു ഹ്യൂമൻ ബിഹേവിയർ കൺസ്യൂമർ തിയറീൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അസംഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ ഈ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിയേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു. ഈ യൂട്ടിലിറ്റി എന്നുള്ള ടേമിനെ കോയിൻ ഡൗൺ ചെയ്തത് W.S. Jevons ആണ്. ജെവോൺസ്. The concept was introduced in economics by Jeremy Bentham. Jeremy Bentham എന്ന ആളാണ് ഈ കോൺസെപ്റ്റിനെ ഇക്കണോമിക്സിലേക്ക് കൊണ്ടുവന്നത്, യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓർ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ എ വാണ്ട്. ഒരു ആവശ്യത്തിനെ പൂർത്തീകരിക്കാൻ, നമ്മുടെ ഒരു വാണ്ടിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഉള്ള ഒരു പ്രോഡക്റ്റിൻ്റെ പവറിനെയാണ്, അതിൻ്റെ കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് യൂട്ടിലിറ്റീസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റീനെ മൊത്തമായിട്ട് അതിൻ്റെ എല്ലാ യൂണിറ്റ്സും നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പം നമുക്കുള്ള യൂട്ടിലിറ്റീനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഇപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു സിപ്പ് കുടിച്ചിട്ടുള്ളതല്ല, ആ ഗ്ലാസ് ജ്യൂസ് മുഴുവൻ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, ദെൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് യൂട്ടിലിറ്റി ഓഫ് എൻ അഡീഷണൽ യൂണിറ്റ്. അതായത് നിങ്ങൾ ആദ്യം കുടിക്കുന്നത് 2 ഗ്ലാസ് ജ്യൂസാണ്, ആ 2 ഗ്ലാസ് ജ്യൂസിൻ്റെ ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി വിചാരിക്കാം. അഗെയിൻ ഇഫ് യു ആർ കൺസ്യൂമിങ് 1 more additional unit, അപ്പോൾ ആ ആഡ് ഓൺ ചെയ്യുന്ന യൂണിറ്റിനുള്ളതിനെയാണ് അഡീഷൻ ടു ദ ടോട്ടൽ യൂട്ടിലിറ്റി ആണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂംഡ്. നിങ്ങൾ പിന്നെ ലാസ്റ്റ് കുടിക്കുന്ന ഗ്ലാസ് ജ്യൂസിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നതിനെയാണ്, അതിൻ്റെ മാത്രം എന്ന് പറയുന്നതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് പ്രിലിമിനറി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റിയിലേക്ക് പോവാം, അല്ലെങ്കിൽ കാർഡിനൽ അനാലിസിസ്. ഇത് ശരിക്കും ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളായ ഗോസൻ ഓഫ് ജർമ്മനി, ദെൻ വില്യം സ്റ്റെയിൻലി, അതാണ് W.S. Jevons ഓഫ് ഇംഗ്ലണ്ട്, ലിയോൺ വാൾറസ് ഓഫ് ഫ്രാൻസ്, ഇവർ പിന്നെ ഓസ്ട്രേലിയ എന്നുള്ള കാൾ മെങ്ക, ഇവരെല്ലാവരും കൂടി ഈ ഒരു കോൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചും കൂടെ റിഫൈൻ ചെയ്തതും പോപ്പുലർ ആക്കിയതൊക്കെ ആൽഫ്രഡ് മാർഷലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയോ ക്ലാസിക്കൽ തിയറി എന്ന് പറയാറുണ്ട്. നിയോ ക്ലാസിക്കൽ യൂട്ടിലിറ്റി തിയറി ഓർ മാർഷാലിയൻ യൂട്ടിലിറ്റി തിയറി. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂട്ടിലിറ്റി ഒരു ഒരു സാധനത്തിൻ്റെ പിന്നെ ഗുണം എന്നല്ല യൂട്ടിലിറ്റിക്ക് പറയാം, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ, അതിൻ്റെ കപ്പാസിറ്റി ടു സാറ്റിസ്ഫൈ അവർ വാണ്ടിനെ, ആ യൂട്ടിലിറ്റീനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ്ലി
നമ്മളിപ്പോൾ ഒരു ഹൈറ്റ്, ഒരാളുടെ ഹൈറ്റ് ഇത്ര സെൻറ്റിമീറ്റേഴ്സ് ആണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാളുടെ വെയിറ്റ് ഇത്രയാണ് എന്ന് പറയുന്നത് പോലെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് യൂട്ടിലിറ്റി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അകത്ത് അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയാണ് പഠിക്കാനുള്ളത്.